ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ്. കർത്താവ് കരുതിയ വിധങ്ങൾക്കായി എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കഴിഞ്ഞ നാളുകളിൽ അവൻ നമ്മെ വഴി നടത്തിയത്, അവൻ നമ്മെ പോറ്റി പുലർത്തിയത്, നമ്മുടെ കണ്ണുനീര് തുടച്ചത്, നമ്മുടെ ആവശ്യങ്ങളിൽ ആരെയൊക്കെയോ സഹായിക്കാൻ വേണ്ടി ദൈവം അയച്ചു. നമ്മുടെ ബലഹീനതകളിൽ കർത്താവ് നമുക്ക് തുണ നിന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഒരിക്കൽ കൂടി നമുക്ക് അടുത്ത് വരാം. ഇത്രത്തോളം കർത്താവിൻ്റെ കൃപയിൽ നമ്മെ മറച്ചുവല്ലോ, നമുക്ക് ചുറ്റും കർത്താവ് പരിചയമായി നിന്നുവല്ലോ. പലപ്പോഴും നാം അറിഞ്ഞില്ല നമുക്ക് ചുറ്റും ദുഷ്ടൻ പ്രവർത്തിക്കാനിരുന്നതും അവൻ പല ആയുധങ്ങൾ ഒരുക്കിയതും ദൈവം നമ്മെ സംരക്ഷിച്ചത്. ഹല്ലേലൂയ. അതിനെല്ലാറ്റിൻ്റെയും പുറകിൽ ആരുടെയൊക്കെയോ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയോ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലവും നമുക്ക് അല്പസമയം ചിന്തയ്ക്കായി പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ നമുക്ക് നോക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പറയുന്നു: എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം പറയുവൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ക്രിസ്തു യേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഒന്ന് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. കർത്താവ് എപ്പോഴും പ്രാർത്ഥിച്ചു. രാവിലെ പ്രാർത്ഥിച്ചു, ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചു, വൈകിട്ട് പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിച്ചു. സുവിശേഷങ്ങളിൽ നോക്കിയാൽ പലപ്പോഴും കാണുന്നു കർത്താവ് എപ്പോഴും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇനി നാം ഒത്തിരി സമയങ്ങളിൽ നാം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഒത്തിരി ദൈവദാസന്മാർ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പ്രാർത്ഥന പറയാനുള്ളതല്ല, പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ളതാണ്. ജീവിതത്തിൽ പ്രാർത്ഥന നമുക്ക് ഒരു പുതപ്പ് പോലെ, സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, പ്രാർത്ഥനയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. അതൊരു പുതപ്പ് പോലെ നമ്മെ കവർ ചെയ്തിരിക്കണം. ഈ ഭൂമിയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് ജയകരമായി കൊണ്ടുപോകണമെങ്കിൽ, ക്രിസ്തീയ ജീവിതമെന്ന് മാത്രമല്ല, ഈ ദുഷ്കരമായിരിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ജീവിക്കണമെങ്കിൽ പ്രാർത്ഥനയില്ലാതെ കഴിയുകയില്ല. പ്രാർത്ഥനയില്ലാതെ കഴിയുകയില്ല എന്ന് ചോദിച്ചാൽ കഴിയും. എങ്ങനെയും നമുക്ക് ജീവിക്കാം, ഏതു വഴിയും നമുക്ക് ജീവിക്കാം. ലോകത്തിൻ്റെ വഴി നമുക്ക് ജീവിക്കാം, ദൈവഹിതം അറിയാതെ നമുക്ക് ജീവിക്കാം. പക്ഷേ നാം ചെന്നെത്തുവാൻ പോകുന്നത് ഇടുക്കമുള്ള ഒരു നാശത്തിൻ്റെ വഴിയിലേക്കായിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് പലപ്പോഴും ഞെരുക്കമായിരിക്കാം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് പലപ്പോഴും മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം. എങ്കിലും പ്രാർത്ഥിക്കാതെ നമുക്ക് ജീവിക്കുവാനായി കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്താണ്? ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ കൊണ്ടുവരുന്നതാണ്. പലപ്പോഴും നമ്മൾ യാചിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞു, യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പോൾ എപ്പോഴും നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ആവശ്യങ്ങളാണ്. ഓരോ ദിവസത്തിലും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളാണ്. സാമ്പത്തികമായിരിക്കുന്ന വലിയ വലിയ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. കുഞ്ഞുങ്ങളുടേതായിരിക്കുന്ന വലിയ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലായിരിക്കുന്നു. അപ്പോൾ നാം കർത്താവിനോട് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു വശമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ യാചിക്കുക എന്നുള്ളത്. മറ്റൊരു വശം നാം ദൈവത്തോട് അടുക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് അടുക്കുകയാണ്. കാരണം നാം ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയോട് നാം കൂടുതൽ സംസാരിക്കും. ആ സ്നേഹിക്കുന്ന വ്യക്തിയോട് നാം കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്ക് മടുപ്പില്ല. എത്ര സമയം കഴിഞ്ഞു പോകുന്നു എന്ന് നാം അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോട്, ഇഷ്ടപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് നാം കൂടുതൽ സംസാരിക്കുമ്പോൾ സമയം കടന്നു പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇല്ല, പറയുന്ന ഞാനാണെങ്കിൽ പോലും ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ 5 മിനിറ്റ് എന്ന് വിചാരിച്ച സമയം വിചാരിക്കും. പക്ഷെ നോക്കുമ്പോൾ അതൊരു അരമണിക്കൂർ കഴിഞ്ഞിരിക്കും. എന്നാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരുന്നാൽ നമുക്ക് പ്രാർത്ഥിച്ച് 5 മിനിറ്റ് ആയില്ല, അതിനു മുമ്പ് നമുക്ക് 1 മണിക്കൂറായെന്ന് തോന്നും. അത് ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ അടുപ്പം ശരിയല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇതാരെയും കുറ്റപ്പെടുത്താനോ ഒന്നും പറഞ്ഞതല്ല. അതുകൊണ്ട് ദൈവവുമായുള്ള ബന്ധം സൂക്ഷിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പക്ഷേ അതിൽ തന്നെ മറ്റൊരു കാര്യം, നമ്മെ പ്രാർത്ഥിക്കാൻ പിശാച് അനുവദിക്കുകയില്ല. കാരണം പിശാചിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് നാം ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുന്നത്, ദൈവമുഖത്തേക്ക് നോക്കുന്നത്, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത്, ദൈവത്തെ നാം സ്നേഹിക്കുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നത് ഒന്നും പിശാചിന് ഇഷ്ടമല്ല. അപ്പോൾ പിശാച് നമ്മുടെ പ്രാർത്ഥനയെ തടയുവാൻ അവൻ ഏത് വിധേനയും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഒന്നുകിൽ നമുക്ക് ശരീരത്തിന് ക്ഷീണമുണ്ടാക്കും, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ മടുപ്പുണ്ടാകും. എന്തോ പ്രാർത്ഥിക്കാം, കഴിഞ്ഞ നാളുകളിൽ ഇത്രയും പ്രാർത്ഥിച്ചു, അവരെല്ലാം വളർന്നു, എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല, ഇനി എന്ത് പ്രാർത്ഥിക്കാം?
നമ്മെ പലതരത്തിൽ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുവരും പിശാച്. പക്ഷെ മടുത്തു പോകരുത് പ്രിയപ്പെട്ടവരെ. കാരണം ഇത് ദുഷ്ടലോകം. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഗതസമനയിലേക്ക് കടന്നു പോകുമ്പോൾ പത്രോസ്, യോഹന്നാൻ, യാക്കോബിനെ കൊണ്ടുപോയിട്ട് പറയുന്നു, നിങ്ങൾ അല്പം നേരെ എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അവർക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്. പക്ഷെ കർത്താവ് പ്രാണവേദനയിലായി വരുവാൻ പോകുന്ന ആ പീഡകളെക്കുറിച്ച് കർത്താവ് ഹൃദയം തകർന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ ഇവിടെ ഉറങ്ങിപ്പോവുകയാണ്. അപ്പോൾ കർത്താവ് തന്നെ പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. പിശാച് നമുക്ക് ചുറ്റും ഓരോ സമയവും അവൻ കെണി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പരീക്ഷകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവമക്കളെ ഏത് വിധേനയും വീഴിക്കുവാൻ അവൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നാം ഉറങ്ങിയാൽ എങ്ങനെ ഇരിക്കും പ്രിയപ്പെട്ടവരെ? നാം പ്രാർത്ഥിക്കാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ദുഷ്ടൻ നമ്മുടെ ചുറ്റും പ്രബലനാകാതിരിക്കാൻ നാം പ്രാർത്ഥനയിൽ പൊരുതിയേ മതിയാകുകയുള്ളൂ. നമ്മുടെ ക്ഷീണങ്ങൾ മറന്ന് നമ്മൾ പൊരുതിയേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തോടുള്ള അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞു വന്നതിനിടയിൽ ഇങ്ങോട്ട് പോയതായിരുന്നു. അപ്പോൾ ദൈവ സ്നേഹത്തിൽ നാം അടുക്കണമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും ഉപരി നാം ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചേ മതിയാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ദുഷ്ടനോട് എതിർത്ത് നിൽക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളുമായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. കാരണം നമുക്കൊരു മറുപടി നൽകുവാൻ, ആ വിഷയങ്ങൾക്കൊരു പരിഹാരം നൽകുവാൻ കർത്താവല്ലാതെ, ദൈവമല്ലാതെ, യേശുവല്ലാതെ മറ്റൊരു വ്യക്തി ഇല്ലാത്തതിനാൽ നമുക്ക് ഈ ഭൂമിയിൽ പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. പിന്നെ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത് ദൈവത്തോട് നാം ഏറ്റവും അടുത്തിരിക്കേണ്ടുന്നതിനാണ്. അപ്പോൾ ആ ദൈവമുഖം നാം അറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം നാം അറിയണമെങ്കിൽ, ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയണമെങ്കിൽ, ഈ ലോകത്തിലുള്ള പല കാര്യങ്ങൾക്ക് പിന്നാലെ പോയാൽ, ഈ ലോകത്തിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം ചിലവഴിച്ചാൽ ആ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമുക്ക് നമ്മുടെ അപ്പനോട് അടുത്തു വരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയിൽ അടുത്തു വന്നേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. പിന്നെയും പിശാചിനെ തകർക്കുവാനും നമുക്ക് പ്രാർത്ഥന ആവശ്യം. ഹല്ലേലൂയ. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഇത് പറയുന്നത് യാചനയുടെ പ്രാർത്ഥനയുണ്ട്. സ്നേഹത്തിൻ്റെ സംഭാഷണമായി നമുക്ക് പ്രാർത്ഥന എടുക്കാം. പിന്നെയും ദൈവമക്കൾക്കുള്ള യുദ്ധത്തിൻ്റെ തന്ത്രമാകുന്നു പ്രാർത്ഥന. ഹല്ലേലൂയ. യുദ്ധം ദൈവം നമ്മെ ഒരു പടക്കളത്തിൽ എന്നതുപോലെ ആക്കി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സൈന്യത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും പ്രധാനമായി നമുക്ക് യുദ്ധമുള്ളത് പിശാചിനോടാണ്. നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ എത്താതെ തടയുവാൻ പിശാച് അവൻ്റെ സകല കെണികളെയും ഈ നാളുകളിൽ എടുത്തിരിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ദാനിയേൽ ദൈവസന്നിധിയിൽ നിന്നൊരു മറുപടിക്കായി ദാനിയേൽ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവസാനം ദൂതൻ വന്നിട്ട് പറയുകയാണ്, ഗബ്രിയേൽ ദൂതൻ ദാനിയേലിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയും യാചനയും ദൈവസന്നിധിയിൽ എത്തിയതിൻ്റെ ആദ്യ ദിവസം തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരു മറുപടി വന്നു. പക്ഷേ പാഴ്സി പ്രഭു അത് തടഞ്ഞതിനാൽ ആ പ്രാർത്ഥന ഇങ്ങോട്ട് എത്തിയില്ല. അപ്പോഴേക്കും ആ ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ആ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നു. പക്ഷേ അതിനെ തടഞ്ഞു വ്യാപരിച്ച ഒരു ഇരുട്ടിൻ്റെ മണ്ഡലം, ഒരു അന്ധകാര ശക്തി, അല്ലെങ്കിൽ അതിൻ്റെ അധിപൻ, ആ അന്ധകാരത്തിൻ്റെ അധിപതി ആ മണ്ഡലത്തിൽ അവൻ വ്യാപരിച്ച് പ്രാർത്ഥനയെ തടഞ്ഞു എന്ന് ദൈവത്തിൻ്റെ ഭക്തനായിരുന്ന ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന. അവിടെ ദൂതനിറങ്ങി അതിനെ വെട്ടുകയും തുടർന്ന് ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരികയും ചെയ്തു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉണർന്ന് ജാഗരിക്കുക. കാരണം നമുക്ക് മുകളിൽ ഒരു ആത്മമണ്ഡലമുണ്ട്, അദൃശ്യമായി കിടക്കുന്ന ഒരു ആത്മമണ്ഡലമുണ്ട്. അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ മുകളിലേക്ക് പോകാതെ വണ്ണം, ദൈവത്തിൻ്റെ മറുപടികൾ നമ്മിലേക്ക് വരാതെ വണ്ണം തടയുന്ന ഒരു അന്ധകാര ശക്തികളുടെ വ്യാപാരമുണ്ട്, ദുഷ്ടാത്മസേനകളുണ്ട്. പല പ്രാവശ്യം വചനത്തിൽ പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്നു, ആകാശത്തിലെ സൈന്യം. അത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആകാശ സൈന്യം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി ദൈവസന്നിധിയിൽ നിന്ന് വെട്ടേറ്റ് വീണ പൈശാചികൻ വസിക്കുന്ന ഒരു മണ്ഡലമുണ്ട്. നമ്മുടെ ഭവനങ്ങൾക്ക് മുകളിൽ, നമ്മുടെ ദേശങ്ങൾക്ക് മുകളിൽ, ഓരോ രാജ്യത്തിന് മുകളിൽ അതിൻ്റേതായിരിക്കുന്ന ആധിപത്യം വഹിക്കുന്ന ദുഷ്ടദൂതന്മാരുണ്ട്. അപ്പോൾ അവർ 24 മണിക്കൂറും ജാഗരൂകരായി
തയ്യാറായിട്ടിരിക്കുന്നു ദൈവമക്കളെ നശിപ്പിക്കുവാൻ. അവൻ അതിനായി പല തന്ത്രങ്ങളും കൊണ്ടിടും. ദൈവമക്കൾ പ്രാർത്ഥിക്കാതിരിക്കാൻ തന്നെ ഒന്നാമതായി പിശാച് ശ്രമിക്കും. അപ്പോൾ നാം ഉണർന്ന് പ്രാർത്ഥിക്കുക. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ മോശ യഹൂദ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ യാക്കോബിന്റെ മക്കളായിരുന്ന 12 ഗോത്രങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ യഹൂദയെക്കുറിച്ച് പറയുന്നു, അവൻ തനിക്കായി തന്നെ പൊരുതി, അവൻ തനിക്കായി തന്നെ പൊരുതി. ഹല്ലേലൂയ. അപ്പോൾ മറ്റാരെക്കുറിച്ച് പറയുന്നതിനേക്കാളും യഹൂദ വംശത്തെക്കുറിച്ച്, ആ യാക്കോബിന്റെ മകനായിരുന്ന യഹൂദയെക്കുറിച്ച് പറയുന്നു. അവൻ തനിക്കായി പൊരുതി, യഹോവ അവന് തുണ തന്നു. ഹല്ലേലൂയ. ആ യഹൂദയുടെ വംശത്തിലാണ് ദാവീദ് ജനിക്കുന്നത്. ആ യഹൂദയുടെ വംശത്തിലാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ജനിക്കുന്നത്. അപ്പോൾ തനിക്കായി പൊരുതിയ ആ യഹൂദയുടെ വംശത്തിൽ നിന്ന് ദൈവം തൻ്റെ പുത്രനെ ജനിപ്പിക്കുവാനായി തീരുമാനമെടുക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുന്നതാണ്, യഹൂദ അവൻ തനിക്കായി തന്നെ പൊരുതി. മറ്റൊരു വ്യക്തിയെക്കുറിച്ചും പറയുന്നു, നഫ്താലി അവൻ പോർക്കട മേടുകളിൽ തന്നെ എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. എങ്കിലും ഇവിടെ നമുക്ക് ആ പ്രാർത്ഥനയുടെ ഒരു വശം, പൊരുതുക, അവൻ തനിക്കായി തന്നെ പൊരുതി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നാമത് നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പൊരുതുക. കാരണം നാം ഉറച്ചു നിന്നാൽ മാത്രമേ മറ്റുള്ളവരെ വിടുവിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ തന്നെ ആത്മാവിനെ ബലപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ നാം കർത്താവിൻ്റെ ഒരു പോരാളിയാണെന്നുള്ളൊരു ബലത്തോടുകൂടി നിങ്ങൾ തന്നെ പ്രാർത്ഥനയിൽ പൊരുതുക, നിങ്ങൾക്ക് വേണ്ടി പൊരുതുക. കാരണം നാം ജയിച്ചാലേ മറ്റുള്ളവരെ ജയത്തിലേക്ക് കൊണ്ടുവരുവാനായി കഴിയുകയുള്ളൂ. എത്ര ക്ഷീണവും, ചിലപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാം മല്ലനെ പോലെ എഴുന്നേറ്റ് നിൽക്കണമെന്നല്ല, പ്രാർത്ഥനയിൽ പൊരുതുമ്പോൾ നാം അന്യഭാഷയിലും സ്തുതിയിലും ആരാധനയിലും എല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നാം അവിടെ വചനമെന്ന വാളെടുത്ത് പലതും നാം പ്രാർത്ഥനയിൽ പൊരുതി. പക്ഷേ കുറെ കഴിയുമ്പോൾ നമ്മുടെ ശരീരം ബലഹീനപ്പെട്ടു പോകാം, അതിനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അപ്പോഴും നാം ദൈവസന്നിധിയിൽ പിന്നെയും ബലപ്പെട്ടു വരുവാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിച്ചത് കൊണ്ട് നമുക്ക് ഫിസിക്കലി ഭയങ്കര സ്ട്രെങ്തിലേക്ക് വരണമെന്നില്ല. ആത്മമണ്ഡലത്തിൽ നാം ഒരു യുദ്ധം ചെയ്യുമ്പോൾ ചിലപ്പോൾ നാം ശാരീരികമായി ക്ഷീണിക്കാം, ചിലപ്പോൾ നാം രോഗാവസ്ഥയിലേക്ക് കടന്നു പോയെന്ന് വരാം. ഒരിക്കൽ അങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ട് പിന്നത്തേതിൽ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ പിശാചിന് ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു വ്യക്തിയായി തന്നെ ആത്മാവിൽ മാറണമെന്നുണ്ടെങ്കിൽ പൊരുതുക, വചനമെടുത്ത് പൊരുതുക. നിങ്ങൾക്കുള്ള ഏക ആയുധം ദൈവത്തിൻ്റെ വചനമാകുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ വചനം വിളിച്ചു പറയണം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങൾ പറയണം. പ്രാർത്ഥനയിൽ നിങ്ങൾ പലതും പ്രഖ്യാപിക്കണം. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ച് വിളിച്ച് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയെ ഒരായുധമാക്കി മാറ്റുക. പിന്നെയും നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നെഹമ്യാവ് ആ മതിൽ പണിക്ക് വേണ്ടി തന്നോട് കൂടെ ഉണ്ടായിരുന്ന ആ പുരുഷാരത്തെ അവൻ ബലപ്പെടുത്തുകയാണ്. നിങ്ങൾ പൊരുതുവിൻ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അവരുടെ ഭവനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൊരുതുവിനെന്ന് നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവ് പറയുന്നു. അപ്പോൾ അവിടെയും പറയുന്നു, പൊരുതുവിൻ, പ്രാർത്ഥനയിൽ പൊരുതുവിൻ. അതാർക്ക് വേണ്ടി? ആദ്യം പറഞ്ഞു യഹൂദ തനിക്ക് വേണ്ടി പൊരുതി. നാം എഴുന്നേറ്റ് നിന്നാലേ നമുക്ക് മറ്റുള്ളവരെ നിർത്തുവാൻ കഴിയുന്നു. ഇവിടെ പറയുന്നു, നിങ്ങളുടെ സഹോദരങ്ങൾക്കായി, നിങ്ങളുടെ മക്കൾക്കായി, നിങ്ങളുടെ ഭാര്യമാർക്കായി, നിങ്ങളുടെ മാതാപിതാക്കൾക്കായി, നിങ്ങളുടെ ഭവനത്തിനായി, നിങ്ങൾക്ക് ചുറ്റുമുള്ള സകലതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ പൊരുതുവൻ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് തായോ കർത്താവേ അയ്യോ അപ്പാ നിങ്ങൾക്ക് പൊടിയാണ് കൃമിയാണ് എന്നെല്ലാം പറയുമ്പോൾ, യാക്കോബിനെ കുറിച്ച് ദൈവ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞത് ആലോചിക്കണേ. ഇപ്പോൾ പുഴുവായ യാക്കോബേ, നിന്നെ ഞാൻ മൂർച്ചയേറിയതും പല്ലേറിയതുമായൊരു മെതിവണ്ടിയാക്കി തീർക്കും. നാം പുഴുവെന്നും പൊടിയെന്നും പറയുമ്പോൾ ദൈവം പറയുന്നു, നമ്മെ മെതിവണ്ടിയാക്കി തീർക്കും. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പൊരുതുവാൻ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പൊരുതുവാൻ. നാം പ്രാർത്ഥനയിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ അയൽപക്കത്തുള്ളവർ, അവരെല്ലാവരും ദൈവകൃപയിൽ, അവർ സമാധാനത്തിലായിരിക്കുവാൻ, അവർ ദൈവകൃപയിലായിരിക്കുവാൻ, അവർക്ക് സ്വസ്ഥതയുണ്ടാകുവാൻ, അവരുടെ ആരോഗ്യം നല്ലതായിരിക്കുവാൻ, അവർ കിടരോഗികളാകാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക. ഈ കാലയളവിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞുകൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ പലരോടും നമ്മൾ പറയും, ടി വിയിലെ ന്യൂസും പത്രത്തിലെ ന്യൂസും എല്ലാം ഇങ്ങനെ കണ്ട് നിങ്ങളുടെ സമയം പാഴാക്കരുത്. കാരണം അത് ആദ്യം നമ്മുടെ കണ്ണിൽ വരുന്നു, നമ്മുടെ ചെവിയിൽ കേൾക്കുന്നു. കാണുന്നതും കേൾക്കുന്നതും എന്താണ്? കൊന്നു, ബലാത്സംഗം ചെയ്തു, അവരെ കൊന്നു, ഇവരെ കൊന്നു, മക്കളെ കൊന്നു, അപ്പനെ കൊന്നു, കൂടെയുള്ളവരെ കൊന്നു, വെട്ടിക്കൊന്നു, ഇടിച്ചു കൊന്നു, ചതച്ചു കൊന്നു. ഇതാണ് നാം കേൾക്കുന്നത്.
കാരണം എല്ലാവരും പിശാചിൻ്റെ കയ്യിൽ കളിപ്പാട്ടം പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. നാം ഇതെല്ലാം കേട്ട് അയ്യോ വല്ലാത്ത കാലം, പൊല്ലാത്ത കാലം, അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം 100 അഭിപ്രായവും പറഞ്ഞ് അതിന് ഒത്താശ വെച്ച് കൊടുത്തിരിക്കാനല്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ മേൽ പിശാച് കണ്ണ് വയ്ക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെയും നിങ്ങൾ അതിരിട്ട് പ്രാർത്ഥിക്കണം. പിതാവേ, ഞങ്ങളെ ഈ ദേശത്താക്കി വച്ചിരിക്കുന്നുവെങ്കിൽ, ഞങ്ങളെ ഈ ഭവനത്തിൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാക്കി ഞങ്ങളെ ഇവിടെ വച്ചിരിക്കുന്നു എങ്കിൽ ഞങ്ങളുടെ ഈ അതിരിനുള്ളിൽ അല്ലെങ്കിൽ കിലോമീറ്റർ പറയുക, ഒരു 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഇതുപോലത്തെ അനർത്ഥങ്ങൾ കാണരുത്. ഇവിടെ കിടരോഗികൾ ഉണ്ടാക്കരുത്, ഇവിടെ ആത്മഹത്യ ചെയ്യരുത്, ഒരു വ്യക്തികൾ ഇവിടെ ആത്മഹത്യ ചെയ്യരുത്, ഇവിടെ ഒരു കൊലപാതകം നടക്കരുത്, ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ, ആക്സിഡന്റുകൾ നടക്കരുത്. നിങ്ങളായിരിക്കുന്ന ആ ലൊക്കാലിറ്റിയുടെ റോഡുകളിൽ പറയണം, വളവുകളിൽ തിരിവുകളിൽ പിശാച് പതിയിരുന്ന അപകടങ്ങൾ ഉണ്ടാക്കരുത്. ഇതിനു വേണ്ടി കർത്താവിൻ്റെ ആത്മാവിനോടൊപ്പം ചേർന്ന് നിങ്ങൾ പൊരുതുക. ഇത് പറയുമ്പോൾ തമാശയായിട്ട് എടുക്കരുത്. ഹല്ലേലൂയ. ഇത് വേറെ ആർക്കോ വേണ്ടി വച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണെന്ന് എടുക്കരുത്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് ദൈവം അധികാരം തന്നിരിക്കുന്നു, പ്രാർത്ഥിപ്പാനുള്ള അധികാരം തന്നിരിക്കുന്നു. നിങ്ങളെ ആ ദേശത്തിന് കാവൽക്കാരാക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ യഹോവയ്ക്ക് സ്വസ്ഥത കൊടുക്കരുത്. നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾക്ക് സമാധാനം തരുവോളം നിങ്ങൾ യഹോവയ്ക്ക് സ്വസ്ഥത കൊടുക്കരുത്. ഉണർന്ന് പ്രാർത്ഥിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, ധൈര്യത്തോടുകൂടി പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യും പ്രിയപ്പെട്ടവരെ, ദൈവം അത് ചെയ്യും. പല സ്ഥലങ്ങളിലും പേടിച്ച് മൗനമായിരിക്കാനല്ല, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് തിരിച്ചടി ഉണ്ടാകുമോ, ഒരിക്കലുമില്ല. നാം ദൈവത്തോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. അതിനായി ആദ്യമേ എഴുന്നേറ്റ് നിന്ന് നിങ്ങളങ്ങ് വെട്ടണമെന്നല്ല. സ്തുതിക്കുക, സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ആകാശമണ്ഡലങ്ങളിൽ കിടക്കുന്ന അന്ധകാര ശക്തികൾക്ക് വിള്ളൽ വീണ് നിങ്ങളുടെ പ്രാർത്ഥന മുകളിലേക്ക് എത്തട്ടെ. അപ്പോൾ കൂടുതൽ സമയം നിങ്ങൾ ആരാധനയിൽ ചെലവഴിക്കുക. നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചില ഭവനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആർക്കും പ്രാർത്ഥിപ്പാൻ കഴിയുകയില്ല. കാരണം അവിടെ ഒരു വ്യക്തി TV കാണുന്നു, അവിടെ ഒരാൾ വഴക്കിടുന്നു, ഒന്ന് പറഞ്ഞതിന് രണ്ട് അങ്ങനെ പിശാച് കൂടാരം വിട്ട് വാണതുപോലെ ഇരിക്കുന്ന ചില ഭവനങ്ങൾ. അങ്ങനെയുള്ളപ്പോൾ ബോധ്യം വന്ന ദൈവമക്കൾ, ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ, അല്പമെങ്കിലും ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അല്പമായി സ്തുതിച്ചു തുടങ്ങുക. ആദ്യമൊക്കെ പ്രതികൂലം വരും, നിങ്ങൾക്ക് ഒരു തരത്തിലും പ്രാർത്ഥിച്ച് മുന്നേറുവാൻ കഴിയാതിരിക്കും. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുക, സ്തുതിക്കുക. ദൈവത്തെ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞ് ആരാധനയുടെ പാട്ടുകൾ നിങ്ങൾ അവിടെ പാടുക. ഭവനത്തിൻ്റെ പുറത്തേക്കിറങ്ങിയ ഭൂമിയുടെ ചുറ്റുമൊക്കെ നടന്ന് നിങ്ങളൊന്ന് പാടുക. ദൈവത്തിൻ്റെ വചനം പറയുക. വെറുതെ ബൈബിളിലെ വചനം കാണാതെ പഠിച്ച് നിങ്ങൾ അവിടെ എല്ലാം വിളിച്ച് പറയുക. നിങ്ങളുടെ അന്തരീക്ഷം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. 4 മണിക്കും രാവിലെ 5 മണിക്കുമെല്ലാം അവിടെ ചുറ്റും നിന്ന് അന്യാരാധനകളുടെ ശബ്ദങ്ങൾ പലയിടത്തും ഉയർന്നു കേൾക്കുമ്പോൾ, അവർ രാവിലെ പോകുമ്പോൾ ദൈവമക്കൾ പുതച്ചു മൂടി ഉറങ്ങിയാൽ ദേശത്തിൽ ആര് വസിക്കും? നിങ്ങളെ ദേശത്തിൻ്റെ കാവൽക്കാരാക്കി വച്ചിരിക്കുന്നെങ്കിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക, ജാഗ്രതയോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പോരാട്ട വീര്യം ഉണ്ടാകട്ടെ ദൈവമക്കളെ. നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റൊരു വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു പോകുന്നതിന് മുമ്പേ ദൈവം നിങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരു ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് നേരെ പലതരത്തിൽ വരാം. നിങ്ങളുടെ പ്രാർത്ഥനയെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയെന്ന് വരാം. പലരും പലതും നിങ്ങളുടെ സ്വഭാവം ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് വരാം. പക്ഷേ ഈ ഭൂമിയിൽ മനുഷ്യരല്ല ഇവിടെ പറയുകയുള്ളൂ. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന പ്രതിഫലം അത് നിത്യതയിൽ യുഗം നിങ്ങൾക്ക് വേണ്ടി കരുതും. നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളൊരു മനുഷ്യന്റെ വാക്ക് കേട്ട് കടകടച്ച് ഒതുങ്ങിയിരിക്കണമോ, നിത്യതയിൽ തലനിവർത്ത് ദൂതന്മാരുടെ സന്നിധിയിൽ ഞാനും കർത്താവിന് വേണ്ടി നിന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്നൊരു പ്രതിഫലം വാങ്ങിക്കണമോ? നിങ്ങൾ തീരുമാനിക്കുക. ദൈവത്തോടൊപ്പം ചേർന്ന് പൊരുതുവാൻ നെഹമ്യാവ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും സകലർക്കും വേണ്ടി, സകലതിനും വേണ്ടി നിങ്ങൾ പൊരുതുവിൻ. അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? ശത്രു വന്നവരെ നശിപ്പിക്കുമെന്നോർത്ത് അവർ കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അവർ വേല ചെയ്യുമ്പോഴും ആയുധം ധരിച്ചവരായി നിന്നവർ വേല ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ശത്രു ഏത് സമയത്തും ഏത് വഴിയും ഏത് വിധേനയും വന്നാലും അവൻ നമ്മുടെ ഭവനത്തിനകത്ത് നമുക്കുള്ള സകല ഒന്നിലും തൊടാതെ വണ്ണം പ്രാർത്ഥനയിൽ ഏത് നേരവും ജാഗരിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അപ്പോൾ പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. അവിടെ ഒന്നാമത് പറയുന്നു യഹൂദ തനിക്കായി തന്നെ പൊരുതി. ഇവിടെ നെഹമ്യാ പറയുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പൊരുതുവൻ. പിന്നെയും പൗലോസ് പലപ്പോഴും പറയുന്നു എനിക്ക് സഭകളെക്കുറിച്ചുള്ള ഭാരമുണ്ട്. പൗലോസ്യർക്ക് എഴുതിയ ലേഖനം പറയുന്ന എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും തികഞ്ഞവരാകേണ്ടതിന് എപ്പഫ്രാസ് പോരാടുന്നു. ഇത് നമ്മൾ മുന്നേയും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും പോരാടി പ്രാർത്ഥിക്കുക. സഭയ്ക്കായി, ദൈവരാജ്യത്തിൻ്റെ വർധനയ്ക്കായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ പിശാച് നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും തൊടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നതിനൊപ്പം ദൈവരാജ്യത്തിൻ്റെ വിസ്തീർണത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക.
ഹല്ലേലൂയ. അനേകം ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നതിനായി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെടുന്നതിനായി, അവരുടെ ആരോഗ്യം സൂക്ഷിക്കുന്നതിനായി, അവരുടെ യാത്രകളിൽ സംരക്ഷണം ലഭിക്കുന്നതിനായി, ചെന്ന് നിൽക്കുന്ന ദൈവദാസന്മാർ നിൽക്കുന്ന വേദികളിൽ അവിടെ വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകുവാനായി, അവിടെ മാനസാന്തര അനുഭവങ്ങൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കാൻ നമുക്ക് വിഷയങ്ങൾ ധാരാളം, പ്രിയപ്പെട്ടവരെ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പല മുഖാന്തരങ്ങൾ, പ്രാർത്ഥനയ്ക്ക് നമുക്ക് പല രീതിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ഉദ്ദേശം പല രീതിയിലായിരിക്കുന്നു. ഇതിനിടയിൽ നിന്ന് ഇന്ന് പറയുവാനുള്ളത്, കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട ദൈവമക്കളോടും പറയുവാനുള്ളത്, നാം നമ്മെ തന്നെ പലപ്പോഴും വില കുറച്ച് കാണുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കും, ചിലരെല്ലാം പറയുന്നത് പോലെ നല്ല ഭാഷയില്ല, നല്ല ജ്ഞാനമില്ല, അതില്ല ഇതില്ല എന്നെല്ലാം കരുതിയാലും യേശുവിൻ്റെ രക്തം ജയമെന്ന് പറയാൻ നിങ്ങൾക്കറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പിശാചിനെ തകർക്കുവാൻ നിൽക്കുക. നിങ്ങൾ തന്നെ എഴുന്നേറ്റ് പണിയുക, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. നമ്മെ പലപ്പോഴും വീഴിക്കുവാൻ ശ്രമിക്കുന്ന ആ പിശാചിൻ്റെ കെണിയിൽ നിന്ന് നാം എഴുന്നേൽക്കുക. നിങ്ങൾക്ക് തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു കൂട്ടുകാരുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഫോണിൽ വിളിച്ച് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക. പരസ്പരം മലയാളമായി അറിയാവുന്നുള്ളൂ എങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷ ലഭിച്ച പ്രിയപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കറിയില്ല, ചില ദിവസങ്ങളിൽ, ചില സമയങ്ങളിൽ പിശാച് ആർക്കെതിരെ ആയുധമെടുക്കുന്നു, അവരെ ആരെ വീഴിക്കുവാൻ നോക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം നമ്മെ രാത്രിയിൽ ഒരു സമയം ദൈവം ഉണർത്തിയാൽ ആ സമയം വേഗം എഴുന്നേൽക്കുക. കാരണം പ്രഭാതങ്ങളിലൊക്കെയുള്ള പ്രാർത്ഥന, 3 മണി മുതൽ 6 മണി വരെയൊക്കെയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് വേഗത്തിലെത്തുന്ന ദൂതന്മാർ ജാഗരിക്കുന്ന ഒരു സമയമാണ്. ആ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മെ ഉണർത്തുകയാണെങ്കിൽ 5 മിനിറ്റ് ആണെങ്കിൽ പോലും, 2 മിനിറ്റ് ആണെങ്കിൽ പോലും പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. 2 സ്തുതിയെങ്കിലും ദൈവസന്നിധിയിൽ പറയുക. ദൈവത്തിന് നമ്മോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, അത് കേൾക്കുവാനായി എഴുന്നേറ്റിരിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുവാനായി നിങ്ങൾ പരിശ്രമിക്കുക, പഠിക്കുക, ചെയ്യുക. പഠിക്കുകയും പരിശ്രമിക്കുകയൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിക്കുവാനായി നിങ്ങൾക്ക് സമയം കണ്ടെത്തി അതിനുവേണ്ടി മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് പ്രാർത്ഥിക്കുവാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതിനൊന്നും നിങ്ങളുടെ ഭവനത്തിൽ സാഹചര്യമില്ല, നിങ്ങൾക്ക് അതിനൊന്നും പറ്റുന്നില്ല, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുക. അടുക്കളയിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുക, നടക്കുമ്പോൾ പ്രാർത്ഥിക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സംരക്ഷണം, കാരണം ഇത് ദുഷ്ടൻ പ്രബലനായിക്കൊണ്ടിരിക്കുന്ന കാലം. കാരണം അവനറിയാം തനിക്കിനി അല്പകാലം മാത്രമേ ഉള്ളൂ, തൻ്റെ ആയുസ് കഴിയാൻ പോകുന്നു, പിശാചിനി ഭൂമിയിൽ ചെയ്യുവാനായിട്ടുള്ള അവൻ്റെ കാലാവധി തീരുവാൻ പോകുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യരെയും ദൈവത്തോട് അടുക്കാതിരിപ്പാൻ അവൻ ഏത് വിധേനയും പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നാം കണ്ണടച്ച് ഉറങ്ങരുത്, നാം ഉറങ്ങിപ്പോകരുത്, നമ്മുടെ വിളക്കിൽ എണ്ണ ഇല്ലാതിരിക്കരുത്, നാം മയങ്ങിപ്പോകരുത്, അലസരായിരിക്കരുത്. എഴുന്നേറ്റ് ജാഗ്രതയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് നമ്മുടെ ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദേശത്തിന് നാം ഒരു കാവൽക്കാരായിരിക്കട്ടെ. നമ്മുടെ ദേശങ്ങളിൽ അനർത്ഥങ്ങൾ നടക്കാതിരിപ്പാൻ, പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ, മഴ വരുമ്പോൾ, കാറ്റ് വരുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ അതിനെക്കുറിച്ചുള്ള വാണിംഗൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അത് വരരുത്, അതിൻ്റെ ദിശ മാറി പോകട്ടെ, അതിൻ്റെ ആഘാതം കുറയട്ടെ. നിങ്ങൾ പറഞ്ഞാൽ കർത്താവ് അത് ചെയ്യും. ഇതെല്ലാം ഉണർന്ന് പറയുക. എന്തെല്ലാം അനർത്ഥങ്ങൾ, അപകടങ്ങളെല്ലാം മാറിപ്പോകുവാനായി നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ അതെല്ലാം പ്രാർത്ഥിക്കുക. ഇതെല്ലാത്തിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തോട് സംസാരിക്കുക. കർത്താവായിരിക്കട്ടെ നമുക്ക് സകലതും, ദൈവമായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ. പ്രാർത്ഥനയെ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ പ്രാർത്ഥനയെ നിങ്ങൾ ഉപയോഗിക്കുക. പ്രാർത്ഥനയിൽ നിങ്ങൾ സമയം കണ്ടെത്തുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ചെയ്യുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുകയും പിശാചിനെതിരെ പോരാടുകയും ചെയ്യുമ്പോൾ, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ സകലതിലും നിറപടിയായി നിവർത്തിക്കും. ഒന്നിനും കുറവ് വരാതെ ദൈവം നമ്മെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതെല്ലാം പറയുമ്പോൾ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് പോകാതെ, കൂട്ടായ്മ ഇല്ലാതെ, ഞാൻ ഒറ്റയ്ക്ക് കർത്താവിന് എന്നെ അങ്ങ് വിളിച്ചു എന്ന് പറഞ്ഞ് ആരാധനകൾ മുടക്കി ഭവനത്തിലിരുന്ന് ആവശ്യത്തിന് കവറിങ് ഇല്ലാതെ ഇരിക്കരുത്. ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുക, കൂട്ടായ്മയിലേക്ക് കടന്നു പോവുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു കവറിങ് നിങ്ങൾ ഒരുക്കിയിരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ വലിയ പോരാളികളാക്കി ജയകരമായൊരു ജീവിതത്തിന് വേണ്ടി കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കും.
ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പ കേൾപ്പിച്ച വചനത്തിനായി നന്ദി. ഞങ്ങൾ ഈ ഭൂമിയിൽ ഫലമുള്ളവരായിരിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ചു വളരട്ടെ. ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, എപ്പോഴും പ്രാർത്ഥിക്കുവാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ അപ്പച്ചി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങൾക്കുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദേശത്തിനായി ദൈവരാജ്യത്തിനായി അധ്വാനിപ്പാൻ പ്രാർത്ഥനയിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ലെന്ന് തോന്നിയാലും കർത്താവേ, ദൈവമേ, മാനുഷികമായി മറ്റുള്ളവർക്ക് ഞങ്ങളെ വില കൽപ്പിക്കുവാൻ ഒന്നുമില്ല എന്ന് തോന്നിയാലും ദൈവമേ, അവിടുന്ന് ഞങ്ങളെ വിലയേറിയവരും മാന്യരുമെന്ന് എണ്ണിയിരിക്കാലേ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ബലഹീനതകളെല്ലാം വിട്ടുമാറിപ്പോകട്ടെ. ഞങ്ങളുടെ അലസതകൾ മാറട്ടെ. ഞങ്ങളുടെ ഉറക്കങ്ങൾ അനാവശ്യമായിരിക്കുന്ന ഉറക്കവും മയക്കവും ഞങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. ക്ഷീണം പ്രയാസങ്ങൾ മാറട്ടെ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവെന്ന് പകൽക്കാലവും വളർന്ന് തൊട്ട് അവരുടെ വേദനയിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സൗഖ്യം അത്ഭുതകരമായി ഇവരിലേക്ക് ഇറങ്ങി വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വെച്ച ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.